ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷയിൽ വീണ്ടും ഒരു എവിക്ഷൻ നടന്നിട്ടുണ്ട്. ഇത്തവണ നമ്മുടെ അനഘയാണ് കേട്ടോ ഇവിടുന്ന് പുറത്തു പോകുന്നത്. ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ജഡ്ജസ് ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും ക്ലിയർ ആയിട്ടായിരുന്നു സംസാരിച്ചത്. ഇവിടെ മത്സരാർത്ഥികളുടെ ടാസ്കിലെ പെർഫോമൻസ് മാത്രമല്ല നോക്കി തീരുമാനിക്കുന്നത്, അവരുടെ പേഴ്സണാലിറ്റിയും അവരെങ്ങനെയാണ് ബിഗ് ബോസ് വീട്ടിൽ പെരുമാറുന്നത്, അവരുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നതൊക്കെ പരിഗണിച്ചിട്ടാണ് എന്നാണ് ഇവിടെ ജഡ്ജസ് പറയുന്നത്. സത്യം അതങ്ങനെ തന്നെയാണ്. കാരണം ഒരാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് കരുതിയിട്ട് അവരെ വിന്നറാക്കാനൊന്നും പറ്റത്തില്ലല്ലോ. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് ടാസ്കുകൾ മാത്രം ചെയ്യുന്ന ഒരു ഷോ അല്ലല്ലോ. ടാസ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരു മത്സരാർത്ഥിയുടെ ആ ഒരു പേഴ്സണാലിറ്റി എത്രത്തോളം മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ വളരെ പ്രധാനമാണ്. ഇവിടെ ജഡ്ജസിൻ്റെ മാനദണ്ഡം എന്താണ് എന്ന് ചോദിച്ചാൽ, അതായത് നമ്മൾ പ്രേക്ഷകർക്ക് നമ്മുടെ ബിഗ് ബോസ് വീടിനകത്തുള്ള ഒരാളെ വളരെ സ്മാർട്ടായിട്ടും എനർജറ്റിക് ആയിട്ടൊക്കെ നല്ലൊരു മത്സരാർത്ഥിയായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷേ ജഡ്ജസിൻ്റെ കാഴ്ചപ്പാട് അതുപോലെ ആയിരിക്കണം എന്നില്ല. കാരണം ബിഗ് ബോസ് വീടിൻ്റെ യഥാർത്ഥ സെലക്ഷൻ പ്രോസസ്സ് നമുക്ക് അറിയത്തില്ല കേട്ടോ. സാധാരണ ഒരു സീസൺ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ബിഗ് ബോസ് തിരഞ്ഞെടുത്ത മത്സരാർത്ഥികളെയാണ്. എന്നാൽ ഇത്തവണ അഗ്നിപരീക്ഷയിലൂടെ തന്നെ മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ കാഴ്ചപ്പാടും ജഡ്ജസിൻ്റെ കാഴ്ചപ്പാടും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാകും. ഇവിടെ അനഘ ഒരു നല്ലൊരു മത്സരാർത്ഥിയായിട്ടാണ് തോന്നിയത്. നല്ല സ്മാർട്ടാണ്, എനർജറ്റിക് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, നല്ലൊരു കണ്ടസ്റ്റൊക്കെ തന്നെയാണ് അനഘ. പക്ഷേ ജഡ്ജസിന് അല്ലെങ്കിൽ ഈ ഷോയുടെ മാനദണ്ഡത്തിൽ അനഘയ്ക്ക് അത്രയും മുന്നിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ ഒരു എവിക്ഷനിലൂടെ മനസ്സിലാകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥി പുറത്തായാൽ അത് തെറ്റായ തീരുമാനമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം നമ്മുടെ ബിഗ് ബോസ് ടീമിന് ഒരു കാഴ്ചപ്പാടുണ്ടാവും, നമ്മുടെ ജഡ്ജസിന് ഒരു കാഴ്ചപ്പാടുണ്ടാവും. ഇതൊക്കെ വിലയിരുത്തിയിട്ടായിരിക്കും അവരൊരു മത്സരാർത്ഥിയെ അവിടെ വിന്നർ ആക്കുന്നുണ്ടാവുക. എന്തായാലും നമ്മുടെ അനഘയുടെ എവിക്ഷൻ നമ്മുടെ അഗ്നി പരീക്ഷയിലെ ഒരു ചർച്ചയാവുന്ന ഒരു എവിക്ഷൻ തന്നെ ആയിരിക്കും കേട്ടോ.